ഹായ് SCRT പാഠപുസ്തകം 5ാം ക്ലാസ് മുതൽ തുടങ്ങി അങ്ങ് 10ാം ക്ലാസ് വരെ പഠിച്ചാൽ മതി എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ തെറ്റാണ്. അതിൽ കുറേ കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആ രീതിയിൽ പഠിച്ചാൽ മാത്രമാണ് നിങ്ങൾക്കത് എല്ലാ PSC പരീക്ഷകളിലും ഗുണകരമായിട്ട് മാറുള്ളൂ. അങ്ങനെ കുറേ 17ഓളം പോയിന്റുകളുണ്ട്. ഒന്നാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്, പുതുതായി ഉൾപ്പെടുത്തിയ പാഠഭാഗങ്ങൾക്ക് പ്രത്യേക ശ്രദ്ധ കൊടുക്കുക എന്നുള്ളതാണ്. പഴയ പാഠപുസ്തകത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറേ പുതിയ ഏരിയകൾ, ചിലപ്പോൾ പുതിയ ചാപ്റ്ററുകളായിട്ടും ചില ചാപ്റ്ററുകളുടെ ഭാഗങ്ങളായിട്ടൊക്കെ കുറേ പുതിയ സംഗതികൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, കാലിക പ്രസക്തിയുള്ള സംഗതികൾ. അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാറും. ഇനിയുള്ള പരീക്ഷകളിലൊക്കെ ആദ്യം ചോദിക്കാൻ പോകുന്നത് അവിടെ നിന്നൊക്കെ ആയിരിക്കും. അതിനുള്ള ചില ഉദാഹരണങ്ങൾ മാത്രം ഞാൻ അവിടെ നൽകാം. അതിൽ വരുന്നതാണോ ഗ്രീൻ ഹൈഡ്രജൻ, ഇപ്പം തന്നെ വന്നു കഴിഞ്ഞു അല്ലേ, പല പരീക്ഷകൾ നിങ്ങൾ ആ ചോദ്യം കണ്ടു കഴിഞ്ഞു. ബ്ലൂ എക്കണോമി, അതേപോലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ചൊക്കെയുള്ള നോട്ട് കാര്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ദെൻ കാർബൺ ന്യൂട്രാലിറ്റി, ഓക്കെ, നെറ്റ് സീറോ, അതേപോലെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ SDGs, ഓക്കെ, അതൊക്കെ എക്കണോമിക്സിൽ വരാൻ സാധ്യതയുള്ള ഏരിയയായി മാറി. ദെൻ ജെൻഡർ ഇക്വാലിറ്റിയെക്കുറിച്ച് പാഠപുസ്തകത്തിൽ നല്ലോണം വിവരണങ്ങൾ പുതിയതായിട്ട് കൊടുത്തിട്ടുണ്ട്, അത് ചോദിക്കാം. ദെൻ ജീവിതശൈലി രോഗങ്ങൾ പഴയ പാഠപുസ്തകത്തിൽ ഒരു ടേബിൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ അതല്ല, ഒരു ചാപ്റ്റർ തന്നെ പ്രത്യേകം ആഡ് ചെയ്തിട്ടുണ്ട്, അത് നോക്കണം. രോഗപ്രതിരോധത്തെക്കുറിച്ച് കൂടുതൽ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്, മുമ്പാത്തേക്കാളും വ്യത്യസ്തമായിട്ട് വാക്സിനുകളെക്കുറിച്ച് കൂടുതലായിട്ട് കൊടുത്തിട്ടുണ്ട്. ദെൻ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് ഇമ്പോർട്ടൻ്റ് ആണ്, ഉറപ്പായിട്ടും ഇനിയുള്ള പരീക്ഷകളിൽ ചോദ്യം വരും. പണ്ടത്തെ പാഠപുസ്തകത്തിൽ ആകെ ഒരു കർസാപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതേ ചോദിക്കാറുണ്ടായിരുന്നുള്ളൂ, പക്ഷെ ഇപ്പോൾ അതല്ല, കൂടുതൽ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ദെൻ ഗ്രീൻ കെമിസ്ട്രി, പരിസ്ഥിതി മലിനീകരണം, ജൈവ വൈവിധ്യ മേഖലകൾ, റംസാർ സൈറ്റുകൾ, ഓക്കെ, ഓർഗാനിക് ഫാമിംഗ്, ലൈഫ് മിഷൻ, തണ്ണീർത്തടങ്ങൾ, ഇതൊക്കെ പുതിയതായിട്ട് കൂടുതൽ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഏരിയകളാണ്. അത് നിങ്ങളുടെയൊക്കെ സിലബസുകളിൽ, പല പരീക്ഷകളുടെയും സിലബസുകളിൽ കൂടുതലായിട്ടുള്ളതാണ്. അത് ഇപ്പോൾ LPUPക്കുള്ളതെല്ലാം LDCക്ക് ഉണ്ടാവണമെന്നില്ല, LDCക്കുള്ളതെല്ലാം LPUPക്ക് ഉണ്ടാവണമെന്നില്ല, കുറച്ച് വ്യത്യസ്തമായ ഏരിയകളുണ്ട്. നമ്മൾ സിലബസ് നോക്കിയിട്ടാണ് നമ്മൾ ചാപ്റ്ററുകൾ തിരഞ്ഞെടുക്കേണ്ടത്. അങ്ങനെയുള്ള വീഡിയോകൾ ഞാൻ മുമ്പ് കുറേ ചെയ്തിട്ടുണ്ട്. പിന്നെ ആദ്യമേ ഒരു കാര്യം പറഞ്ഞേക്കാം, സുഖമില്ല, തലവേദനയും പനിയൊക്കെയാണ്, അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുണ്ടാവും, ചിലപ്പോൾ നിങ്ങൾക്ക് അത് ക്ലാസ്സിൽ ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട്. ഓക്കെ, ദെൻ രണ്ടാമത്തെ പോയിന്റ്, പുതിയ പാഠപുസ്തകം ആദ്യം പഠിക്കാനുള്ളതാണ്. നമ്മളിപ്പോൾ പഴയ പാഠപുസ്തകവും പഠിക്കണം, പുതിയതും പഠിക്കണം. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക, പുതിയ പാഠപുസ്തകങ്ങൾ പഠിക്കുക. ആ പുതിയ പാഠപുസ്തകം പഠിച്ചു കഴിയുന്നതോടുകൂടി പഴയ പാഠപുസ്തകത്തിലെ 90% കൂടെ നിങ്ങൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. പുതിയ പാഠപുസ്തകങ്ങൾ ഫുള്ള് പഠിച്ചാൽ മീൻസ് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ചാപ്റ്ററുകൾ പഠിച്ചാൽ അതോടുകൂടി നിങ്ങൾ പഴയ പാഠപുസ്തകത്തിൽ നിങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങളുടെ 90% തീർന്നു കഴിഞ്ഞു. പിന്നെ ഒരു 10% മാത്രമേ നമുക്ക് അഡീഷണൽ കിട്ടാനുള്ളൂ പഴയതിൽ നിന്ന്. അതുകൊണ്ട് ആദ്യം പുതിയ തീർത്തിട്ട് പഴയതിലേക്ക് പോവുക. അപ്പോൾ എന്താണ്, ഒരു 90% കാര്യങ്ങളും റിവിഷനാണ്, ബാക്കിയുള്ളൊരു 10% അഡീഷണൽ കണ്ടന്റ് നിങ്ങൾ പഠിക്കേണ്ടി വരും. അതേസമയം നേരെ തിരിച്ചാണെങ്കിൽ ബുദ്ധിമുട്ടാണ്. പഴയതിന് ആദ്യം പഠിച്ചിട്ട് ഇപ്പോഴുള്ള പുതിയത് പിന്നെ പഠിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പഴയ പാഠപുസ്തകത്തിൽ ഇല്ലാത്ത ഒരു 20-25% വസ്തുതകൾ പുതിയ പാഠപുസ്തകത്തിൽ അടങ്ങിയിട്ടുണ്ട്. അതായത് പുതിയതിൽ കാര്യങ്ങൾ കൂട്ടിച്ചേർത്തിട്ടുണ്ട്, ഉയർന്ന ക്ലാസ്സുകളിൽ നിന്നുള്ള കാര്യങ്ങൾ ചേർത്തിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് പുതിയ പുസ്തകം ആദ്യം പഠിച്ചു തീർക്കുക. ദെൻ മൂന്നാമത്തെ കാര്യം, ബോക്സുകൾ, പട്ടികകൾ, ടേബിളുകൾ ഉണ്ടല്ലോ, ഇതൊക്കെ ആയിരിക്കും ഇനി ആദ്യകാലങ്ങളിൽ ഇനി അങ്ങോട്ടുള്ള പരീക്ഷകളിൽ ചോദ്യങ്ങൾ വരാൻ പോകുന്നത്. നിങ്ങളുടെ പരീക്ഷയിൽ ചോദ്യങ്ങൾ വരാൻ പോകുന്നത് ഇങ്ങനെയുള്ള ചില ബോക്സ് കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ, ടേബിളിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ, പിന്നെ കാലങ്ങൾ കൂടുന്നതിനനുസരിച്ച് ഉള്ളിലോട്ടുള്ള നമ്മൾ അപ്രധാനം എന്ന് കരുതുന്ന കാര്യങ്ങളും ചോദിക്കാൻ തുടങ്ങും. അപ്പോൾ ആദ്യം ചോദിക്കുക ഈ ബോക്സുകളും ടേബിളുകളൊക്കെ ആയിരിക്കും. അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ചോദ്യ കലവറയായിട്ട് മാറും, പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചോ. അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഏരിയകൾ ഞാൻ കാണിച്ചു തരാം. പാഠപുസ്തകത്തിൽ സോഷ്യൽ സയൻസ് പാഠപുസ്തകത്തിലൊക്കെ ഇഷ്ടംപോലെ ടേബിളുകളുണ്ട്, ബോക്സുകളുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് മാത്രം ഞാൻ ഇവിടെ സെലക്ട് ചെയ്ത് പറയാം. അതൊക്കെ നന്നായിട്ട് നോക്കുക. ഭരണഘടനാ ഭേദഗതി രീതികൾ, അങ്ങനെ തന്നെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ സിലബസിൽ അങ്ങനെ തന്നെ കൊടുത്ത കാര്യമാണ്, പക്ഷേ പഴയ പാഠപുസ്തകത്തിലൊന്നും അങ്ങനെ കാര്യമായിട്ടില്ലായിരുന്നു. ഓക്കെ, ഇത് ടേബിളായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്, 9ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്റർ. ദെൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചുമതലകൾ, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ, സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ തുടങ്ങി വിവിധ കമ്മീഷനുകൾ ഇപ്പോൾ പാഠപുസ്തകത്തിൽ പുതിയതായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അവിടെയുള്ള ബോക്സുകളൊക്കെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അതായത് ജനാധിപത്യവുമായി ബന്ധപ്പെട്ടുള്ള ജനാധിപത്യത്തിൻ്റെ വ്യാപനം സ്ഥാപനങ്ങളിലൂടെ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ തന്നെ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് സുപ്രധാന നിയമങ്ങളെക്കുറിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് വിവരങ്ങൾ കിട്ടാൻ ആ ഒരു ചാപ്റ്റർ ഉപകരിക്കും. ഇനി അങ്ങോട്ടുള്ള പരീക്ഷകളിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാറും. അതേപോലെ UPSCയെ കുറിച്ചുള്ള വിവരങ്ങളും ഉണ്ട്. 9ാം ക്ലാസ്സിലെ 7ാമത്തെ ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാറും ഇനി പരീക്ഷയിൽ. ദെൻ അസൈനാറ്റ്, എന്താ അസൈനാറ്റ് കേട്ടിട്ടുണ്ടാവുമല്ലോ, ഇനി പരീക്ഷയിൽ വരാൻ പോകുന്നത് അടുത്ത കാലത്ത് തന്നെ വരും. നിങ്ങൾ നോക്കിക്കോ, തൊട്ടടുത്ത പരീക്ഷകളിൽ തന്നെ നിങ്ങൾക്ക് ഈ ചോദ്യങ്ങളൊക്കെ വരും. ഫ്രഞ്ച് വിപ്ലവമായിട്ട് ബന്ധപ്പെട്ട ആ സമയത്ത് ഉണ്ടാക്കിയ പേപ്പർ കറൻസിയാണ് അസൈനാറ്റ്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ചോദ്യങ്ങൾ. പിന്നെ വിപ്ലവ കലണ്ടറും ഗില്ലറ്റിനും ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ദെൻ നെപ്പോളിയൻ്റെ ഭരണപരിഷ്കാരങ്ങൾ, സ്വാതന്ത്ര്യത്തിൻ്റെ മരം, ഓക്കെ, ദെൻ ടിപ്പു സുൽത്താനായിട്ട് ബന്ധപ്പെട്ട് ഫാസിസവും നാസിസവും, മ്യൂണിച്ച് ഉടമ്പടി. ദെൻ ഇതൊക്കെ എത്രാം ക്ലാസ്സിലാണ്, 10ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്ററാണ്. ഓക്കെ, ദെൻ ധരാസനയിലെ പോരാട്ടം,
ദെൻ കാക്കോരി സംഭവം INA, ഇത് 10ാം ക്ലാസ്സിലെ 6ാമത്തെ ചാപ്റ്ററാണ്. നിങ്ങളുടെ ഓരോ പരീക്ഷയിലും എല്ലാ പരീക്ഷയിലും ഈ സിലബസിൽ ഈ ഏരിയകൾ ഉണ്ടാവണമെന്നില്ല കേട്ടോ. ഓരോ പരീക്ഷയ്ക്കും വ്യത്യസ്തമാണ്. അതനുസരിച്ച് നമ്മൾ ചാപ്റ്ററുകൾ ഏതൊക്കെയാണുള്ള കൃത്യമായിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി ഏതെങ്കിലും ചെയ്യാത്തുണ്ടെങ്കിൽ നമ്മളത് ചെയ്യും. ഓക്കെ, ദെൻ സിൽഹറ്റും ഹിതപരിശോധനയും പിന്നെ ഭരണഘടനയിലേക്കുള്ള പടവുകൾ, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചാപ്റ്ററിലെ വളരെ പ്രധാനപ്പെട്ട പോയിന്റുകളാണ്. പ്രിവീപ്പേഴ്സ്, ആസൂത്രണത്തിൻ്റെ നാൾവഴികൾ, വ്യവസായശാലകൾ, ഭൂപരിഷ്കരണവും അതിൻ്റെ ഭൂപരിധിയും. ആ ഒരു ബോക്സ് വളരെ ഇമ്പോർട്ടൻറ്റ്. ഇതൊക്കെ 9ാം ക്ലാസ്സിലെ 1ാമത്തെ ചാപ്റ്ററിൽ കിടക്കുന്നതാണ് ഹിസ്റ്ററിയിൽ. ദെൻ ഹിമാലയത്തിൻ്റെ വിവിധ മേഖലകളും അതിനെ വേർതിരിക്കുന്ന നദികൾ ഏതൊക്കെയാണെന്നുള്ളത്. ചൂടുനീരുറവകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ വന്നു കഴിഞ്ഞു. ഈ ഒരു പുതിയ പാഠപുസ്തകത്തിൽ തന്നെ ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞു. ദെൻ കേബിൾ ലഞ്ചാവോ പണ്ടായി ചോദിക്കുന്നതാണ്. ഇവിടെ ഈ ബോക്സ് കൊടുത്തുകൊണ്ട് തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ പ്രധാന ദേശീയോദ്യാനങ്ങൾ, ഉത്തരപർവ്വത മേഖലയായിട്ട് ബന്ധപ്പെട്ടുള്ള അവിടെയുള്ള ദേശീയോദ്യാനങ്ങൾ 9ാം ക്ലാസ്സിലെ 1ാമത്തെ ചാപ്റ്റർ ജോഗ്രഫിയിൽ വളരെ ഇമ്പോർട്ടൻ്റ്. പിന്നെ പ്രധാന ദ്വീപുകൾ, മിയാൻഡറുകളും ഓക്സ്ബോ തടാകങ്ങളും, കാർഷിക കാലങ്ങൾ, പ്രധാന വിളകൾ ഏതൊക്കെയെന്നുള്ളത്. ഇതൊക്കെ 9ാം ക്ലാസ്സിലെ 2ാം ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടൻ്റ് ഏരിയ ആണ്. ഇതൊക്കെ മിക്കവാറും ജോഗ്രഫിയിൽ നിന്ന് ഇനി അങ്ങോട്ടേക്കുള്ള ഹോട്ട് ഏരിയകളായിട്ട് മാറും. ദെൻ ഉപദ്വീപീയ നദികൾ, കാവേരി നദീജല തർക്കം, നദീതട പദ്ധതികൾ, ഇതൊക്കെ 9ാം ക്ലാസ്സിലെ 3ാമത്തെ ചാപ്റ്റർ. ഞാൻ കുറച്ചേ പറയുന്നുള്ളൂ, ഇവിടെ പറഞ്ഞിട്ട് നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോകാം. ദെൻ കടൽക്കാറ്റും കരക്കാറ്റും, കണ്ടൽക്കാടുകൾ, ഇതൊക്കെ 9ാം ക്ലാസ്സിലെ 8ാമത്തെ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയകളാണ്. ദെൻ ബയോളജിയിലേക്ക് പോവുകയാണെങ്കിൽ സയൻസിൽ കണ്ണിലെ ഭാഗങ്ങൾ, അന്ധബിന്ദു, പീതബിന്ദു, പിന്നെ നേത്രരോഗങ്ങൾ, ദെൻ യൂസ്റ്റേഷൻ കനാല്, ചെവിയായിട്ട് ബന്ധപ്പെട്ട് കേൾവി എന്ന അനുഭവം, ഇങ്ങനെയുള്ള ആ ബോക്സുകളൊക്കെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സെൻസ് ഓർഗൻസായിട്ട് ബന്ധപ്പെട്ട് ഇനിയുള്ള പരീക്ഷകളിൽ ഹ്യൂമൻ ബോഡി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാറാൻ പോകുന്ന ടോപ്പിക് ഇതായിരിക്കും. പിന്നെ തൈറോയിഡ് ഗ്രന്ഥി, കോർട്ടെക്സ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ, തൈമസ് ഗ്രന്ഥി, അതായത് ആ ഒരു ഹോർമോണുകളായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ചാപ്റ്ററാണ്. കംപ്ലീറ്റ് പഠിക്കേണ്ടതാണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഏരിയകളാണ് ഇതൊക്കെ. തൊട്ടടുത്ത പരീക്ഷകളിൽ ഇതെങ്കിലും സെലക്ട് ചെയ്ത് നിർബന്ധമായിട്ട് പഠിക്കണം. നിങ്ങൾ പഠിച്ച് തീരാൻ സമയമില്ലാത്ത ആളുകൾ. ദെൻ ലോങ് ടേം പഠനത്തിലുള്ള ആളുകൾ കംപ്ലീറ്റ് ചാപ്റ്ററുകൾ പഠിക്കണം. ആവശ്യമായത് സിലബസിൽ ഉൾപ്പെടുന്നത് ഞാൻ പറയാം. ദെൻ ADH, വിശപ്പിൻ്റെ ഹോർമോൺ. ഓക്കെ, ബിഷപ്പിനെ എതിർക്കുന്നയാളും ബിഷപ്പിനെ സഹായിക്കുന്നയാളും ഒരു ബോക്സ് തന്നെ കൊടുത്തിട്ടുണ്ട്. ദെൻ ഫിറമോണുകൾ, ഇതൊക്കെ 10ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്ററിലാണ്. ദെൻ ഫാഗോസൈറ്റോസിസ്, രോഗപ്രതിരോധമായിട്ട് ബന്ധപ്പെട്ട് ഫാഗോസൈറ്റോസിസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വാക്സിനുകൾ, ADH, നിപ്പ, ഫംഗസ് രോഗങ്ങൾ, അമീബിക് മസ്തിഷ്ക ജ്വരം, ഇനി അങ്ങോട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണേ. ഓക്കെ, പാരമ്പര്യ രോഗങ്ങൾ, റീകോമ്പിനൻ്റ് DNA ടെക്നോളജി, ഇവിടെ ജനിതക കത്രികയും അതേപോലെ തന്നെ ജനിതക പശയൊക്കെ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കേണ്ടതാണ്. എല്ലാ പരീക്ഷകളും വരും. ജനിതക മാറ്റം വരുത്തിയ ജീവികൾ, ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. DNA, ഫിംഗർ പ്രിൻറ്റിങ്, ഇതൊക്കെ 10ാം ക്ലാസ്സിലെ 6ാമത്തെ ചാപ്റ്ററിൽ വരുന്ന കാര്യങ്ങളാണ്. ഞാൻ ഇത്രയും കൊടുത്തിട്ടുള്ളൂ. അതേപോലെ ഫിസിക്സിലും കെമിസ്ട്രിയിലൊക്കെ ഉണ്ട്. ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ് ഇവിടെയുള്ള ബോക്സുകളൊക്കെയാണ്. കൂടുതൽ എണ്ണം ബോക്സുകൾ ഇവിടെയാണ്. ഓക്കെ, ഇനി 4ാമത്തെ കാര്യത്തിലേക്ക് പോകാം. എന്താണ് അടുത്ത പ്രാധാന്യം? ബോക്സുകളും ടേബിളും കഴിഞ്ഞ് അടുത്ത പ്രാധാന്യമുള്ള സാധനം പ്രത്യേകം ചില ചിത്രങ്ങൾ കൊടുത്തിട്ട് ചിത്രങ്ങളൊക്കെ അങ്ങ് അവഗണിച്ചേക്കും. നമ്മൾ അതിലേക്ക് തിരിഞ്ഞു നോക്കുക പോലുമില്ല. പക്ഷെ അവിടെ നിന്ന് ചോദ്യം വരും. ഹ്യൂമൻ ബോഡിയിലൊക്കെ മനുഷ്യ ശരീരമായിട്ട് ബന്ധപ്പെട്ടുള്ള ചിത്രങ്ങളെ അടിസ്ഥാനമാക്കി ചോദ്യം വരും. അതേപോലെ തന്നെ ജോഗ്രഫിയിൽ മാപ്പുകളെ അടിസ്ഥാനമാക്കി ചോദ്യങ്ങൾ വരും. ടൈം ലൈൻ കൊടുത്തിട്ടുണ്ടാവും, ഫ്ലോ ചാർട്ടുകൾ കൊടുത്തിട്ടുണ്ടാവും. ഇതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കാം. മാപ്പുകൾ ഇവിടെ നിന്നൊക്കെ ചോദ്യങ്ങൾ കൂടുതലായിട്ട് വരും. ഫ്ലോ ചാർട്ട് പോലെയുള്ള കുറേ കണ്ടന്റ് പാഠപുസ്തകത്തിലുണ്ട്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രമം തെറ്റിച്ച് ശരിയായ ക്രമം ഏത് എന്നുള്ള രീതിയിൽ ചോദിക്കും. ഉറപ്പാണ്, നോക്കും നിങ്ങൾ. അടുത്ത പരീക്ഷകൾ തന്നെ വരും. അതേപോലെ ടൈം ലൈനുകൾ കുറേ കൊടുത്തിട്ടുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റാണ്. കാലഗണന പ്രകാരം ക്രമപ്പെടുത്തുക എന്ന് പറഞ്ഞ ചോദ്യം വരും. അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ പാഠപുസ്തകത്തിലുണ്ട്, പ്രത്യേകിച്ചും ഹിസ്റ്ററിയിൽ. ദെൻ ചാപ്റ്ററിൻ്റെ അവസാന ഭാഗത്തെ വിലയിരുത്താൻ ഭാഗത്തുള്ള ചോദ്യങ്ങൾ നിർബന്ധമായിട്ട് നോക്കുക. ഓരോ പാഠവും നിങ്ങളുടെ സിലബസിലുള്ള ചാപ്റ്ററുകൾ എടുത്ത് പഠിക്കുമ്പോൾ അവിടെ ചാപ്റ്ററിൻ്റെ അവസാന ഭാഗത്ത് കാണാം വിലയിരുത്താം. അവിടെ 2-3 ചോദ്യങ്ങൾ, പുതിയ പാറ്റേണിലുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് നിർബന്ധമായിട്ട് കാണാൻ പറ്റും. അതിനുശേഷമുള്ള വിവരിച്ചെഴുതാനുള്ള ചോദ്യങ്ങളൊക്കെ വിട്ടേക്കുക. പക്ഷേ വിലയിരുത്താം എന്നുള്ള ചോദ്യങ്ങൾ വരും. ആദ്യഘട്ടങ്ങളിലൊക്കെ കോപ്പി പേസ്റ്റ് ചെയ്ത് ഇത്തരം ചോദ്യങ്ങൾ മുൻകാലങ്ങളിൽ വന്നിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ആദ്യകാലങ്ങളിലൊക്കെ വന്ന ചോദ്യങ്ങൾ അങ്ങനെയായിരുന്നു. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, വിലയിരുത്താൻ ഭാഗത്തുള്ള ചോദ്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി പാഠഭാഗത്തിൽ പൂരിപ്പിക്കാതെ വിട്ടിരിക്കുന്ന പട്ടികകളുണ്ടാവും. നിങ്ങൾ വിചാരിക്കും ഇത് പാഠപുസ്തകത്തിൽ കംപ്ലീറ്റ് ഇല്ലല്ലോ, അപ്പോൾ ഇത് ചോദിക്കില്ല എന്ന് വിചാരിക്കും. ചോദിച്ചിട്ടുണ്ട്, പലതവണ ചോദിച്ചിട്ടുണ്ട്. ഇനി അത് പ്രത്യേകം ചോദിക്കുകയും ചെയ്യും. അത് പൂർത്തിയാക്കുകയോ വേണം. പൂർത്തിയാക്കിയോടൊപ്പം തന്നെ അഡീഷണൽ കാര്യങ്ങൾ ജസ്റ്റ് നോക്കി വെക്കുകയും ചെയ്യണം. ആ രീതിയിൽ പരീക്ഷ ചോദ്യം വന്നിട്ട് ഞാൻ കാണിച്ചു തരാം. നോക്ക്, ഇത് ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങളുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ കൊടുത്തിട്ടുള്ളൂ. ചിലത് ഇങ്ങനെ കൊടുത്തത് മുകളിൽ പറഞ്ഞിട്ടുണ്ടാവും. അത് വെച്ച് ടേബിൾ പൂർത്തീകരിക്കാനായിരിക്കും. ചില കാര്യങ്ങൾ നിങ്ങൾ കണ്ടുപിടിച്ച് എഴുതാനായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇതെന്ത് ചെയ്യണം? പൂർത്തീകരിക്കണം. 1917 ചമ്പാരൻ, 18 അല്ലേ അഹമ്മദാബാദ് മിൽ സമരം, ദെൻ 18 തന്നെ കേദ. ഇങ്ങനെ ഇതെന്ത് ചെയ്യണം? പൂർത്തീകരിച്ച് പഠിക്കണം. സിമ്പിളാണ്. ആ ടേബിൾ അങ്ങ് ഫില്ല് ചെയ്യുക.
അത് അറിയില്ലെങ്കിൽ എന്ത് ചെയ്യുക, ChatGPT-യോ ജെമിനിയോ നോക്കിയിട്ട് ഇതിൻ്റെ ഫോട്ടോ എടുത്ത് അതിലേക്ക് ഇട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം കിട്ടും. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ ഫില്ല് ചെയ്യുക. 1917 ചമ്പാരൻ അല്ലെ, ബീഹാറിലാണ് ചമ്പാരൻ ജില്ലയിലെ നീലം കർഷകർക്ക് വേണ്ടിയുള്ള സമരമാണ്. അവരെ യൂറോപ്യന്മാരായിട്ടുള്ള തോട്ടമുടമകൾ ചൂഷണം ചെയ്യുന്നത് അവസാനിപ്പിക്കാനുള്ള അല്ലേ, ആ ചൂഷണത്തിൽ നിന്ന് അവരെ രക്ഷിക്കാനുള്ള സമരമാണ് 1917 ചമ്പാരൻ സമരം എന്ന് പറയുന്നത്. ദെൻ 1918 അഹമ്മദാബാദ് മിൽ സമരമാണ്. ഗുജറാത്തിലാണ്, അഹമ്മദാബാദാണ്. തുണിമിൽ തൊഴിലാളികളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടാണ്, അവരുടെ വേതന വർധനവിന് വേണ്ടിയിട്ടാണ്. തുണിമിൽ തൊഴിലാളികളുടെ വേതന വർധനവിന് വേണ്ടിയിട്ടുള്ള സമരമാണ്. വിജയിച്ചു, മറ്റതും വിജയിച്ചു. എല്ലായിടത്തും ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങളൊക്കെ എന്താണ്, 3 കിടിലൻ സാധനങ്ങളായിരുന്നു, എല്ലാം വിജയിച്ചു എന്നുള്ളതാണ്. ദെൻ 18 വീണ്ടും ഖേദ, ഗുജറാത്തിൽ തന്നെയാണ്. ഗുജറാത്തിലെ ഖേദയിൽ പ്രകൃതിക്ഷോഭം മൂലം കൃഷിനാശം ഉണ്ടായിട്ടുള്ള കർഷകന് നികുതി ഇളവ് വേണം, അല്ലെങ്കിൽ നികുതിയിൽ നിന്ന് ഒഴിവാക്കി കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുള്ള സമരമായിരുന്നു. അതും വിജയിച്ചു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആ ടേബിൾ പൂർത്തീകരിച്ച് പഠിച്ചു പോരാ, അവിടെ അഡീഷണൽ ഫാക്ട്സും കൂടെ നോക്കി വെക്കണം. ഇങ്ങനെയുള്ള ടേബിളുകൾ എന്ത് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ടീച്ചേഴ്സ് ഹാൻഡ് ബുക്കിൽ അവരത് പൂരിപ്പിച്ചിട്ട് അതിൻ്റെ കൂടെ കുട്ടികളിലേക്ക് അധിക വിവരം നൽകാൻ എന്നും പറഞ്ഞുകൊണ്ട് കുറച്ച് ഫാക്ട്സും കൂടെ ചേർത്തിട്ടുണ്ടാവും. ഒന്നുകിൽ ആ ടീച്ചേഴ്സ് ഹാൻഡ് ബുക്ക് എടുത്തിട്ട് അത് നോക്കുക, അതല്ലെങ്കിൽ നമ്മൾ തന്നെ എന്ത് ചെയ്യുക, കുറച്ച് അഡീഷണൽ പോയിന്റുകൾ അവിടെ പ്രധാനപ്പെട്ട PSC പോയിന്റ് ഓഫ് വ്യൂവിൽ കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇവിടെ നിന്ന് ചോദ്യം വരാൻ സാധ്യതയുള്ളതാണ്. നിങ്ങൾ നോക്കിയോ, അടുത്ത പരീക്ഷകളിൽ വരുമ്പോൾ സാർ ഇത് പറഞ്ഞത് വെറുതെ അല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, യെസ്, എന്താണ് ഈ കർഷകരെ നിർബന്ധിച്ച് നീലം കൃഷി ചെയ്യിക്കാൻ വേണ്ടിയിട്ട് അവരുപയോഗിച്ചിരുന്ന ടിങ്കതിയ സമ്പ്രദായം. നീലം സമരം ഉണ്ടല്ലോ ബീഹാറിലെ ചമ്പാരൻ, അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടതാണ് ടിങ്കതിയ സമ്പ്രദായം. അതേപോലെ തന്നെ ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യ സത്യാഗ്രഹ സമരം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്, ചമ്പാരനാണ്. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യ സത്യാഗ്രഹ സമരം ചമ്പാരനാണ്. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യ നിരാഹാര സമരം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്, അഹമ്മദാബാദ് മിൽ തൊഴിലാളി സമരമാണ്. ദെൻ ഗാന്ധിജിയുടെ ആദ്യ നികുതി നിഷേധ സമരം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്, ഖേദ കർഷക സമരമാണ്. ഓക്കെ, അതേപോലെ തന്നെ എന്താണ് ഖേദ സത്യാഗ്രഹത്തിൽ ഗാന്ധിജിക്കൊപ്പം അല്ലേ നേതൃത്വം നൽകിയ ആളാണ് ആര്, സർദാർ വല്ലഭായ് പട്ടേൽ. അപ്പോൾ ഇങ്ങനെയുള്ള അഡീഷണൽ പോയിന്റ്സ് കൂടെ ഓരോന്നുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ കളക്ട് ചെയ്ത് പഠിക്കണം. ചോദ്യങ്ങൾ വരും. അപ്പോൾ ഇത് പാഠപുസ്തകത്തിലില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, എവിടെ ഉണ്ടാവും, ടീച്ചേഴ്സ് ഹാൻഡ് ബുക്കിൽ ഉണ്ടാവും. ഓക്കെ, ദെൻ 7ാമത്തെ കാര്യം, നിങ്ങൾ ഓരോ പാഠം പഠിക്കുന്ന സമയത്തും അവിടെ നിന്ന് ഏതൊക്കെ രീതിയിൽ ചോദ്യങ്ങൾ വരാം എന്ന് മനസ്സിലാക്കി പഠിക്കണം. ഈ ടേബിളിൽ നിന്ന് ഇങ്ങനെ വരാം അല്ലെ, ചേരുംപടി ചേർക്കാൻ വരാം, അല്ലെങ്കിൽ ഒരു 4 സ്റ്റേറ്റ്മെൻറ്റ്, ഒരു ബോക്സ് കൊടുത്തിരിക്കുന്ന 5-6 പോയിന്റ് ഉണ്ട്, അതിൽ നിന്ന് ഏതെങ്കിലും ഒരു 4 പോയിന്റ് എടുത്തിട്ട് ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റാണ് ശരി എന്നൊക്കെയുള്ള രീതിയിൽ ചോദിക്കാം. അങ്ങനെ എന്ത് ചെയ്യുക, ഓരോ പാഠം പഠിക്കുമ്പോഴും അവിടെ നിന്ന് എങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ വരാം. ചോദ്യ രീതികൾ ഞാൻ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്, 20 PSC പാറ്റേൺസ്, ന്യൂ പാറ്റേൺസ് എന്നുള്ള രീതിയിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവരത് കാണുക. എന്നിട്ട് ആ 20 രീതിയിലും ചോദ്യങ്ങൾ ഉണ്ടാക്കി ശീലിച്ച് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. അതേപോലെ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഓരോ ചാപ്റ്ററുകളും പഠിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഒരു 5-10 ചോദ്യങ്ങൾ ഉണ്ടാക്കി ശീലിക്കുക. ChatGPT-യോ ജെമിനിയോ ഒക്കെ ഉപയോഗിച്ചിട്ട് അവിടെ നിന്ന് 5-10 ചോദ്യങ്ങൾ, ന്യൂ പാറ്റേൺ ചോദ്യങ്ങൾ, PSCയുടെ ന്യൂ പാറ്റേൺ ചോദ്യങ്ങൾ തരാൻ പറയുക. അപ്പോൾ അത് തരും, അത് ചെയ്ത് നോക്കുക. ഓക്കെ, ദെൻ പാഠപുസ്തകത്തിൽ ബോക്സ്, ചിത്രങ്ങൾ, കാര്യങ്ങൾ പറഞ്ഞു. ബോക്സ്, ടേബിൾ 1ാം ഘട്ടം. 2ാമത്തെ ചിത്രങ്ങൾ, ടൈം ലൈൻ, അങ്ങനെയുള്ള സാധനങ്ങൾ പറഞ്ഞു. അതേപോലെയുള്ള ഇമ്പോർട്ടൻ്റ് ആയ ഒരു സാധനമാണ് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്ന നിർവചനങ്ങൾ. ചിലതിൻ്റെയൊക്കെ നിർവചനങ്ങൾ പ്രത്യേകം ഹൈലൈറ്റ് ചെയ്ത് വേറെ കളർ മാറ്റി കൊടുക്കും. ബോക്സ് ആയിരിക്കില്ല, പക്ഷെ എന്താണ്, നിർവചനമായതുകൊണ്ട് കളർ മാറ്റി കൊടുക്കും. ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാവായിട്ടാണ് ഇവിടെ അവർ കളർ മാറ്റി കൊടുത്തിട്ടുണ്ട് ഈ സാധനം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ഓരോ നിർവചനങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നോക്കിക്കോ, നിങ്ങളുടെ പരീക്ഷയിൽ വരൂ ഇത്. ഓക്കെ, റോബർട്ട് ബോയിലിനെ കുറിച്ചാണ്, മർദ്ദം കൂടുമ്പോൾ വ്യാപ്തം കുറയുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ബോയിൽ നിയമത്തെക്കുറിച്ചാണ്. ഏത് വർഷമാണ്, 1662-ലാണ്. മർദ്ദവും വ്യാപ്തവും വിപരീത അനുപാതത്തിലാണ്. മർദ്ദം കൂടുമ്പോൾ വ്യാപ്തം കുറയുന്നു അല്ലേ, മർദ്ദം കൂടുമ്പോൾ വ്യാപ്തം കുറയും. അപ്പോൾ അതിനാണ് എന്ത് പറയുക, വിപരീത അനുപാതം. ഒന്ന് കൂടുമ്പോൾ മറ്റൊന്ന് കുറയുക. അപ്പം വിപരീത അനുപാതത്തിൽ കാണിക്കുക എങ്ങനെയാണ്, നമ്മൾ എങ്ങനെയാണ്, 1/, എന്നാണ്. അപ്പോൾ V വോള്യം, വ്യാപ്തം, P മർദ്ദം, പ്രഷർ. അപ്പം V പ്രൊപ്പോർഷണൽ ടു 1/P, അല്ലെങ്കിൽ P പ്രൊപ്പോർഷണൽ ടു 1/V. ഇങ്ങനെ എഴുതു കേട്ടോ. ഞാനിങ്ങനെ പഠിച്ചെന്ന് വിചാരിച്ചേക്കരുത്. മർദ്ദം വ്യാപ്തത്തിന് വിപരീത അനുപാതത്തിലാണെന്ന് ഇത് ഇങ്ങനെയാണ്, P പ്രൊപ്പോർഷണൽ ടു 1/P. അപ്പോൾ P പ്രൊപ്പോർഷണൽ ടു 1/P അല്ലേ. അപ്പോൾ V സമം എന്തായിരിക്കും, ഈ പ്രൊപ്പോർഷണൽ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുക, ഒരു കോൺസ്റ്റൻറ്റ് ഉപയോഗിക്കുകയാണ് ചെയ്യുക. അപ്പോൾ ആ കോൺസ്റ്റൻറ്റ് ഇൻറ്റു 1/P, ഇവിടെ ഒരു കോൺസ്റ്റൻറ്റ് വരും, സമാക്കുമോ, കോൺസ്റ്റൻറ്റ് ഒരു സ്ഥിരാംഗം. ഓക്കെ, സ്ഥിരസംഖ്യ. അപ്പം എന്താണ്, V സമം ഒരു സ്ഥിരസംഖ്യ ബൈ P ആണ്. അപ്പം ഈ ബൈ P ഇപ്പുറം കൊണ്ടുവരുമ്പോൾ PV സമം എ കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഒന്നുകിൽ P പ്രൊപ്പോർഷണൽ ടു 1/V എന്നുണ്ടാവും, അല്ലെങ്കിൽ V പ്രൊപ്പോർഷണൽ ടു 1/P എന്നുണ്ടാവും, അല്ലെങ്കിൽ PV സമം എ കോൺസ്റ്റൻറ്റ്. PV സമം P ഇൻറ്റു V സമം കോൺസ്റ്റൻറ്റ്, സ്ഥിരാംഗം. ഏത് നിയമമാണ് ചോദിക്കും, ബോയിൽ നിയമം. ഇതവിടെ ഞാൻ തന്നെ കൊടുത്തിട്ടുണ്ട്. എന്താണ്, താപനില സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത മാസ് വാതകത്തിൻ്റെ വ്യാപ്തം മർദ്ദത്തിന് വിപരീത അനുപാതത്തിലാണ്. ഓക്കെ, നമ്മൾ എടുക്കേണ്ട 3 ക്വാണ്ടിറ്റീസാണ്, Pയും Vയും Tയും.
ഓക്കെ, ഇവിടെ പിയും വിയും തമ്മിലുള്ള ബന്ധമാണ് പറയുന്നത്. അപ്പോൾ മറ്റത് സ്ഥിരം, കോൺസ്റ്റൻറ്റ്. അപ്പം ടി ടെമ്പറേച്ചർ, താപനില സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത മാസ് വാതക നിയമങ്ങളാണിത്. വാതകത്തെ സംബന്ധിച്ചുള്ള നിയമങ്ങളാണ്. വാതകത്തിൻ്റെ മർദ്ദം പി വ്യാപ്തത്തിന് വിപരീത അനുപാതത്തിലായിരിക്കും, അല്ലെങ്കിൽ വ്യാപ്തം മർദ്ദത്തിന് വിപരീത അനുപാതത്തിലായിരിക്കും. അതാണ് ബോയിൽ നിയമം എന്ന് പറയുന്നത്. പി പ്രൊപ്പോർഷണൽ ടു 1/v അല്ലെങ്കിൽ വി പ്രൊപ്പോർഷണൽ ടു 1/p അല്ലെങ്കിൽ പി വി സമം എ കോൺസ്റ്റൻറ്റ്, ഒരു സ്ഥിരാങ്കം. ഓക്കെ, ബോയിൽ നിയമം വരും പരീക്ഷയിൽ. നിയമം വെച്ച് ചോദിക്കുമ്പോൾ പലരും എഴുതും, ഇങ്ങനെ ഇക്വേഷൻ വെച്ച് ചോദിക്കുമ്പോൾ ചിലപ്പോൾ തെറ്റിക്കും. അതുകൊണ്ട് അങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. ഇത് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ കൊടുത്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും, ബോയിൽ നിയമം, ചാൾസ് നിയമം, അവഗോഡ്രോ നിയമം, ഇങ്ങനെ ഇഷ്ടംപോലെ പല സ്ഥലങ്ങളിലും നിർവചനങ്ങളുണ്ട്, ചലന നിയമങ്ങൾ, അങ്ങനെയുള്ള നിയമങ്ങളൊക്കെ ആ രീതിയിൽ നിർവചനം കൊടുത്തിട്ടുള്ളതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി 9ാമത്തെ കാര്യം, നിങ്ങളുടെ പരീക്ഷാ സിലബസിൽ ഉൾപ്പെടുന്ന ചാപ്റ്ററുകൾ മാത്രം തിരഞ്ഞെടുത്ത് പഠിക്കുക. അല്ലാതെ 5 മുതൽ കംപ്ലീറ്റ് അങ്ങോട്ട് പഠിക്കാൻ പോകണ്ട. നിങ്ങളുടെ ഓരോന്നിൻ്റെ സിലബസ് നോക്കുക, അതിൽ ഉൾപ്പെടുന്ന ചാപ്റ്ററുകൾ നോക്കുക. അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ ഞാൻ അത്തരം വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. LP UP പഠിക്കാൻ വേണ്ട ചാപ്റ്ററുകൾ ഏതൊക്കെയാണ്, LDC പഠിക്കാൻ വേണ്ടതാണ്, LGS പഠിക്കാൻ വേണ്ടതാണ് ഏതാണ്, അങ്ങനെയുള്ള 10th പ്രിലിംസിന് പഠിക്കേണ്ടത് ഏതാണ്, അങ്ങനെയുള്ള വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. ഇനി ഏതെങ്കിലുമൊക്കെ ചെയ്യാത്തുണ്ടെങ്കിൽ നിങ്ങളിവിടെ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ ചെയ്തു തരാം. ഓക്കെ, യെസ്. അപ്പോൾ അങ്ങനെ മനസ്സിലാക്കിയിട്ട് ക്ലാസ് ക്രമത്തിൽ പഠിക്കണം. അതായത് 5 മുതൽ 10 വരെ ഒരു ടോപ്പിക്ക് മനസ്സിലാക്കി ആ ടോപ്പിക്ക് 5 മുതൽ 10 വരെ പഠിക്കണം. അല്ലാതെ വേണ്ട ചാപ്റ്ററുകൾ 5ാം ക്ലാസ് തീരുക, ഇനി 6ാം ക്ലാസ് പോവുക, 7ാം ക്ലാസ് പോവുക, അങ്ങനെയല്ല. 5-ലെല്ലാം തീർത്തിട്ട് 6ലേക്ക് പോവുകയല്ല വേണ്ടത്. നിങ്ങൾ പഠിക്കുന്ന ഏതാണോ ടോപ്പിക്ക്, ആ ടോപ്പിക്കിൽ 5ാം ക്ലാസ്സുള്ളത് കംപ്ലീറ്റ് തീർക്കുക. 6ാം ക്ലാസ്സിലുണ്ടെങ്കിൽ അതും എടുക്കുക, 7ലുണ്ട് അതെടുക്കുക, ഇനി 8ലില്ല 9ലാണെങ്കിൽ അതെടുക്കുക, 9ലില്ല 10ലാണെങ്കിൽ അതെടുക്കുക. അങ്ങനെ ആ ടോപ്പിക്ക്, ആ ഒരു സിലബസിലുള്ള ഒരു ടോപ്പിക്ക്, ആ ടോപ്പിക്ക് എവിടെയൊക്കെ ക്ലാസ്സിലുണ്ടോ അതൊക്കെ തീർക്കണം. ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതായത് ഇപ്പം ഉദാഹരണമായിട്ട് പ്രകാശം എന്നുള്ള ടോപ്പിക്ക് എടുക്കുകയാണെങ്കിൽ, തുടക്കം എന്നുള്ള രീതിയിൽ 7ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്റർ പ്രകാശം പ്രതിപദിക്കുമ്പോൾ അത് പഠിച്ചു കഴിഞ്ഞിട്ട് പിന്നെ 7ാം ക്ലാസ്സിലെ ബാക്കിയുള്ള വിഷയമായിട്ട് ബന്ധപ്പെട്ടുള്ള ചാപ്റ്ററൊക്കെ ഞാൻ പഠിക്കട്ടെ എന്നല്ല നിങ്ങൾ വിചാരിക്കേണ്ടത്. SCERT ഇങ്ങനെ പഠിച്ചാലേ കാര്യമുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കണക്ഷൻ ഉണ്ടാവില്ല. നിങ്ങൾ 5 ഫുള്ള് പഠിച്ച്, 6 ഫുള്ള് പഠിച്ച്, 7 ഫുള്ള് പഠിച്ച് വരുമ്പോഴേക്കും 5 പഠിച്ച ഇതിൻ്റെ ബാക്കി 7 ആ 5 പഠിച്ചൊക്കെ മറന്നു പോയിട്ടുണ്ടാവും. ഇത് ആ ഒരു കണക്ഷൻ കിട്ടും, കൃത്യമായിട്ട് പഠിച്ച് ഉറപ്പിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ സെലക്ട് ചെയ്ത് ഓരോന്നും പഠിക്കണം. ഇതും ഞാൻ വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്രകാശമായിട്ട് ബന്ധപ്പെട്ട് 7ാം ക്ലാസ്സിലെ 4 പ്രകാശം പ്രതിപദിക്കുമ്പോൾ, 8ാം ക്ലാസ്സിലെ 12 ഗോളീയ ദർപ്പണങ്ങൾ, ഈ ക്രമത്തിൽ തന്നെ പോകണം കേട്ടോ. 9ാം ക്ലാസ്സിലെ 1 പ്രകാശത്തിൻ്റെ അപവർത്തനം, 10ാം ക്ലാസ്സിലെ 2 ലെൻസുകൾ, 10ാം ക്ലാസ്സിലെ 3 കാഴ്ചയും വർണ്ണങ്ങളുടെ ലോകവും. അങ്ങനെയാവുമ്പോൾ ഈ 5 ചാപ്റ്ററുകൾ പഠിച്ചു കഴിഞ്ഞാൽ ഇനി മുന്നിൽ വരുന്ന ഒട്ടുമിക്ക PSC പരീക്ഷകളിലും പ്രകാശം എന്ന ടോപ്പിക് എന്നുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് സുന്ദരമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ഈ ക്രമത്തിൽ പഠിച്ചാൽ നിങ്ങൾക്ക് അത് അവിടെ ഉറക്കുകയും ചെയ്യും, കൂടുതൽ കാലം നിലനിൽക്കുകയും ചെയ്യും. അതല്ലാതെ പോയി കഴിഞ്ഞാൽ, അതിനിടയിൽ വേറെ ടോപ്പിക് 5ൽ പഠിക്കുന്നു, 6ൽ പഠിക്കുന്നു, അങ്ങനെ പോയി കഴിഞ്ഞാൽ അത് മറന്നു പോകാനുള്ള സാധ്യത വളരെ കൂടും. ഇനി 10ാമത്തെ കാര്യം, പാഠപുസ്തകത്തിൽ നിങ്ങൾ പഠിക്കേണ്ട പ്രാധാന്യക്രമം, നിങ്ങളുടെ സിലബസ് അനുസരിച്ച് SCERT-യിലുള്ള ചാപ്റ്ററുകളിൽ ഏത് വിഷയങ്ങൾക്കാണ് ആദ്യം മുൻഗണന കൊടുക്കേണ്ടതെന്നുള്ളതാണ്. 1ാം ഘട്ടത്തിൽ നിങ്ങൾ തീർക്കേണ്ടത്, അതായത് ചോദ്യങ്ങൾ വരാൻ കൂടുതൽ സാധ്യതയുള്ള ചരിത്രത്തിൽ നിന്ന്, ഭൂമിശാസ്ത്രത്തിൽ നിന്ന്, സയൻസിൽ നിന്നൊക്കെയാണ്. അപ്പോൾ അത് ആദ്യം തീർക്കുക. ആധുനിക ഇന്ത്യ ചരിത്രം, മധ്യകാല ഇന്ത്യ ആകെ ഡിഗ്രി ലെവൽ പ്രിലിംസിന് മാത്രമേ ഉള്ളൂ. അതാണെങ്കിൽ 10ാം ക്ലാസ് ഒന്നും അങ്ങനെ ചോദിക്കാറില്ല, ഹയർ സെക്കൻഡറി എന്നൊക്കെ ചോദിക്കാറുള്ളൂ. ആയിട്ട് ആരും പഠിക്കാറുമില്ല, കാരണം ബാക്കി അങ്ങോട്ടുള്ളതെല്ലാം പഠിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ആധുനിക ഇന്ത്യ ചരിത്രം എടുക്കുക. പ്രാചീനമൊന്നും നമുക്ക് വേണ്ട കേട്ടോ, ഒരു PSC പരീക്ഷയിലും പ്രാചീന ഇന്ത്യ ഒന്നുമില്ല. ആധുനിക കേരള ചരിത്രം എടുക്കുക. മധ്യകാല കേരളം വേണ്ട, പ്രാചീന കേരളം വേണ്ട. ഏതെല്ലോ പരീക്ഷയിൽ നിങ്ങൾ ചോദ്യങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? പല പരീക്ഷകളിലും ചോദ്യങ്ങൾ വരാറുണ്ട്. മധ്യകാല കേരളത്തിലെ രാജാക്കന്മാരെ കുറിച്ചൊക്കെയുള്ള ചോദ്യങ്ങൾ, സമ്പ്രദായങ്ങളെക്കുറിച്ചൊക്കെയുള്ള ചോദ്യങ്ങൾ പല പരീക്ഷകളിലും വന്നിട്ടുണ്ട്. റെയറായിട്ട് വരുന്നതാണത്, ഔട്ട് ഓഫ് സിലബസ്. അതൊന്നും ആദ്യം പഠിക്കേണ്ടതല്ല, അതൊക്കെ അവസാനം നിങ്ങൾ പഠിക്കേണ്ടതൊക്കെ പഠിച്ച് കഴിഞ്ഞിട്ട് അവസാനം പഠിക്കേണ്ട, ഞാൻ പറയാം. ഓക്കെ, അങ്ങനെയുള്ള ചാപ്റ്ററുകൾ. ഓക്കെ, ആധുനിക ലോകചരിത്രം, പിന്നെ ഇന്ത്യൻ ഭൂമിശാസ്ത്രം, പൊതുഭൂമിശാസ്ത്രം. കേരള ഭൂമിശാസ്ത്രം പിന്നെ SCERT-ൽ ഇല്ല, കാര്യമായിട്ടില്ല, ഒരൊറ്റ ചാപ്റ്ററേ ഇപ്പോൾ പുതിയുള്ളൂ. ഭരണഘടനയെക്കുറിച്ചുള്ള ചാപ്റ്ററുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കണം. ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി, സാമ്പത്തിക ശാസ്ത്രം. ഇതാണ് ഇതിൻ്റെ ഒരു പ്രാധാന്യക്രമം. കൂടുതൽ തവണ ചോദ്യങ്ങൾ, കൂടുതൽ ചോദ്യങ്ങൾ വരാനുള്ളൊരു ക്രമം ഇതാണ് 1ാം ഘട്ടത്തിൽ. ഇത് 2ാം ഘട്ടത്തിൽ നിങ്ങൾ പഠിക്കേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ആദ്യത്തെ പരീക്ഷകളൊക്കെ 1ാം ഘട്ടത്തിലുള്ള കാര്യങ്ങൾ മാത്രം പഠിക്കുക, കുറേ കാലം കഴിഞ്ഞിട്ടാണ്, അതല്ല ഉദ്ദേശിച്ചത്. പ്രാധാന്യം കൂടുതൽ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ തന്നെ പഠിക്കണം എല്ലാം. 2ാം ഘട്ടത്തിൽ കമ്പ്യൂട്ടർ ചോദ്യങ്ങൾ വരും, 5 മുതൽ 10 വരെ. സുപ്രധാന നിയമങ്ങൾ, പണ്ട് പാഠപുസ്തകത്തിലൊന്നും ഇല്ലായിരുന്നു, അവിടെ ഇവിടെ നിയമങ്ങൾ, വിവരാവകാശ നിയമം വർഷം മാത്രം പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ ഒരു ചാപ്റ്റർ തന്നെയുണ്ട്, അതുകൊണ്ട് സുപ്രധാന നിയമങ്ങൾ നന്നായിട്ട് നോക്കണം പാഠപുസ്തകം. സോഷ്യോളജി, സിവിക്സ്, കലാകായികം, സാഹിത്യം, സംസ്കാരം, അതൊക്കെ എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ സെലക്ട് ചെയ്ത് പഠിക്കാം. പിന്നെ മലയാളത്തിൻ്റെ പാഠപുസ്തകത്തിൽ സാഹിത്യം, കല എന്നൊക്കെയുള്ള കുറിച്ച് ചില ബോക്സുകളൊക്കെ ഉണ്ടാവും, അവിടെ നിന്നൊക്കെയുള്ള സാഹിത്യകാരന്മാർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, ഇനി 11ാമത്തെ കാര്യം, കേരള ഭൂമിശാസ്ത്രവും കേരള ഭരണ സംവിധാനവും SCERT ഇല്ല. പലർക്കും ഒരു വിചാരമുണ്ട് SCERT മാത്രം പഠിച്ചാൽ PSC കിട്ടുമെന്ന്. ഇവിടുന്ന് ഒരു മാർക്ക് പോലും ചിലപ്പം കിട്ടില്ല.
ചിലപ്പോൾ ആ ഒരു ചാപ്റ്റർ ഉണ്ട്, അതിൽ നിന്ന് എന്തെങ്കിലും വന്നാൽ അത് ചെറിയ ക്ലാസ്സിൽ 5-ലും 6-ലും ആ ഒരു ചാപ്റ്ററിൽ എന്തെങ്കിലും വരാൻ തന്നെയുള്ള സാധ്യത വളരെ കുറവാണ്, ചിലപ്പോൾ വരാം. പക്ഷേ അത് മാത്രം പോരാ. കേരള ഭൂമിശാസ്ത്രം നമ്മൾ പുറത്തുനിന്ന് തന്നെ പഠിക്കണം എല്ലാ പരീക്ഷകൾക്കും. അതേപോലെ കേരള ഭരണ സംവിധാനം SCERT കാര്യമായിട്ടൊന്നുമില്ല, അവിടെ ഇവിടെയും കുറച്ച് പോയിന്റ്സുകൾ പറയുന്നത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അതുകൊണ്ട് അതൊക്കെ എന്ത് ചെയ്യണം, പുറത്തുനിന്ന് പഠിക്കേണ്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് SCERT ഞാൻ പഠിച്ചു എന്നുള്ളത് കൊണ്ട് നിങ്ങൾ സിലബസ് കംപ്ലീറ്റ് ചെയ്തെന്നുള്ള തെറ്റിദ്ധാരണ ആർക്കും പാടില്ല. ഇനി അടുത്ത പോയിന്റിലേക്ക് പോവാം, മാത്സിൻ്റെ കാര്യം. മാത്സ് നിങ്ങളുടെ സിലബസ് ഉൾപ്പെടുന്ന അടിസ്ഥാന ക്രിയകൾ, ഭിന്നസംഖ്യകൾ, ദശാംശ സംഖ്യകൾ, ലസാ ഗുസാ ഇങ്ങനെ സിലബസ് പോകുന്നുണ്ടല്ലോ, ആ സിലബസിൽ ഉൾപ്പെടുന്ന ചാപ്റ്ററുകൾ മാത്രം പഠിച്ചാൽ മതി. 5 മുതൽ 9 വരെ 5 മുതൽ 9 വരെ സിലബസിൽ ഉൾപ്പെടുന്ന ചാപ്റ്ററുകൾ മാത്രം പഠിക്കുക. ഒക്കെ പിന്നീട് മതി കേട്ടോ. ശരിക്കും ഇപ്പോൾ ബേസിക്കലി സാധാരണ പഠിക്കുന്ന രീതിയിലുള്ള മാത്സ് തന്നെ പഠിക്കുക. എന്നിട്ട് നിങ്ങൾ മാത്സിൽ പെർഫെക്റ്റ് ആയി തോന്നുന്നവർ മാത്രം ആ രീതിയിലേക്ക് ഇറങ്ങുക. 5 മുതൽ 9 വരെ എന്താണ് സിലബസിലുള്ളത് മാത്രം പഠിക്കുക. പക്ഷേ 10ാം ക്ലാസ് സിലബസിലുള്ള മാത്രമല്ല, 10ാം ക്ലാസ്സിലെ എല്ലാ ചാപ്റ്ററുകളിൽ നിന്നും ചിലപ്പോൾ ഏതെങ്കിലും ചാപ്റ്ററുകളിൽ നിന്ന് ചോദ്യം വരാറുണ്ട്. നിങ്ങളുടെ സിലബസിൽ പോളിനോമിയൽ ഇല്ല, ചോദ്യങ്ങൾ മുമ്പ് വന്നിട്ടുണ്ട്, അതുപോലെ ഇനിയും വരാം. അതൊക്കെ അപൂർവമായി മാത്രം സംഭവിക്കുന്നത്. അതുകൊണ്ട് ആദ്യഘട്ടങ്ങളിൽ തന്നെ നിങ്ങൾക്ക് തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുന്ന രീതിയിൽ അങ്ങനെ പോകേണ്ട ആവശ്യമില്ല, പിന്നീട് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇനി ഇംഗ്ലീഷ് പാഠപുസ്തകത്തിന് എങ്ങനെ ആശ്രയിക്കണം? വൊക്കാബുലറിക്ക് വേണ്ടിയിട്ട് ആശ്രയിക്കാം. ഇംഗ്ലീഷ് വൊക്കാബുലറി ചോദിക്കാറുണ്ട് പാഠത്തിൻ്റെ അവസാന ഭാഗങ്ങളിലൊക്കെ ആയിട്ട് കുറേ വാക്കുകളും അർത്ഥങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പോൾ പുതിയ വാക്കുകളൊക്കെ വരുന്ന അവിടെ നിന്നാണ്. സ്ഥിരം ചോദിച്ചുകൊണ്ട് അവിടെ പ്രാധാന്യം PYQനാണ്. 5 വർഷത്തെ പ്രീവിയസ് ഇയർ ചോദ്യപേപ്പറുകൾക്ക് ഇംഗ്ലീഷിൽ ഇപ്പോഴും പ്രാധാന്യമുണ്ട്, മലയാളത്തിലും പ്രാധാന്യമുണ്ട്. പക്ഷേ ഇപ്പോൾ മലയാളത്തിലൊക്കെ പുതിയ കുറേ അർത്ഥങ്ങൾ നല്ല ഡെപ്തിലുള്ള ചോദിക്കുന്നില്ലേ, അതൊക്കെ വരുന്നത് എവിടെ നിന്നാണ്? SCERT എന്നൊക്കെയാണ്. അപ്പോൾ ഇംഗ്ലീഷിൻ്റെ വൊക്കാബുലറി നോക്കുക. മലയാളത്തിന് വൊക്കാബുലറിക്ക് വേണ്ടിയും സാഹിത്യ മേഖലയ്ക്ക് വേണ്ടിയും ആശ്രയിക്കണം. സാംസ്കാരിക മേഖല, സാഹിത്യ മേഖല, ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില സാഹിത്യകാരന്മാരെക്കുറിച്ചും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കണം. ഇനി 15ാമത്തെ പോയിന്റ്, ഓരോ വിഷയമായിട്ട് ബന്ധപ്പെട്ടുള്ള ആനുകാലിക വിവരങ്ങൾ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യണം. കാരണം പാഠപുസ്തകത്തിൽ ഇപ്പം തന്നെ ഇറങ്ങിയിട്ട് എന്തായി, 5, 7, 9 കഴിഞ്ഞ തവണ മാറി, 6, 8, 10 ഇത്തവണ മാറി. അപ്പോൾ കഴിഞ്ഞത് മാറിയിട്ട് തന്നെ വർഷം ഒന്ന് കഴിഞ്ഞു. സ്വാഭാവികമായിട്ടും ചില പോയിന്റുകളൊക്കെ അപ്ഡേറ്റഡ് ആയിട്ടുണ്ടാവും. അതങ്ങനെ നോക്കണം. മുമ്പ് പരീക്ഷകൾ കണ്ടിട്ടില്ലേ നിങ്ങൾ, ഈ പ്രത്യേകിച്ചും വിളകളുടെ ഉൽപ്പാദനത്തിൽ 1ാം സ്ഥാനം എന്നൊക്കെ പറഞ്ഞിട്ട് പല സംസ്ഥാനങ്ങളുടെ പേരുകളുണ്ടാവും. അതൊക്കെ എന്താ ചെയ്യും, ചിലപ്പോൾ ഓരോ വർഷവും മാറും. അപ്പോൾ അതൊന്ന് അപ്ഡേറ്റ്, അങ്ങനെയുള്ള ചോദ്യങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് മാറാൻ സാധ്യതയുണ്ടല്ലോ, അതൊന്ന് അപ്ഡേറ്റ് ചെയ്ത് പഠിക്കണം. പാഠപുസ്തകത്തിൽ ഉള്ളതുപോലെ തന്നെ PSC കൊടുക്കണമെന്നില്ല. ചിലപ്പോൾ മിക്കവാറും അങ്ങനെയുള്ള സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചില ചോദ്യപേപ്പറുകളിൽ PSC എടുത്തിരിക്കുന്നത് ഇവിടെ നിന്നായിരിക്കും. അപ്പോൾ അവിടെയുള്ള തെറ്റുത്തരം തന്നെ ഫൈനൽ കീയിലടക്കം കൊടുത്ത സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവിടെ എന്ത് എഴുതണം എന്നുള്ള നിങ്ങളുടെ തീരുമാനമാണ്. പക്ഷേ നിങ്ങൾ പുതിയതും കൂടെ അപ്ഡേറ്റ് ചെയ്ത് പഠിക്കുക. പഴയത് കൊടുത്തിട്ടില്ല, പുതിയത് മാത്രമല്ലെങ്കിൽ നിങ്ങൾക്ക് പുതിയത് എഴുതാം. പഴയതും പുതിയതുണ്ടെങ്കിൽ ഏത് എഴുതും എന്നുള്ളത് PSCയുടെ രീതി ആശ്രയിച്ചിരിക്കും. PSC ചില കാലങ്ങളിൽ അപ്ഡേറ്റ് ചെയ്ത വിവരങ്ങൾ ശരി ഉത്തരമായിട്ട് പരിഗണിച്ചിട്ടുണ്ട്. ചിലപ്പോൾ SCERTയിൽ ഉള്ളത് മാത്രം അങ്ങനെ തന്നെ അതിങ്ങോട്ട് പരിഗണിച്ചിട്ടുണ്ട്. ചിലപ്പം ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ശരി എഴുതുക, എന്നിട്ട് PSC മറ്റേതാ കൊടുക്കുന്നതെങ്കിൽ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്യുക. അതാണ് ശരിയായ മാർഗ്ഗം. ഓക്കെ, പിന്നെ SCERTയിലെ കുറേ തെറ്റുകളെക്കുറിച്ച് ബോധവാന്മാരാകുക. പലയിടത്തിലും കുറേ തെറ്റുകളുണ്ട്. അങ്ങനെയുള്ളൊരു സീരീസ് ഞാൻ തുടങ്ങിയിട്ടുണ്ട്, ഷോർട്സ് ഒന്ന് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേപോലെയുള്ള വീഡിയോകൾ ഞാൻ ഇനിയും ചെയ്യാം. പലയിടത്തും പല തെറ്റുകളുണ്ട്. അപ്ഡേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല, അതായത് കാലിക പ്രസക്തി മാറിയത് മാത്രമല്ല, അതല്ലാതെ ചില തെറ്റുകൾ, തെറ്റുകൾ ചിലയിടങ്ങളിലൊക്കെ വന്നിട്ടുണ്ട്. അത് നോക്കണം, അതറിഞ്ഞിരിക്കുക. ദെൻ PSCയുടെ ഔട്ട് ഓഫ് സിലബസ് പാഠഭാഗങ്ങൾ അവസാനം മാത്രം നോക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ഏതെല്ലോ പരീക്ഷകളിൽ കേരള ചരിത്രമായിട്ട് ബന്ധപ്പെട്ട് തിണകളെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ട് എന്ന് വിചാരിച്ചിട്ട് ഇപ്പം പ്രാചീന കേരളമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ ചാപ്റ്ററുകളും നിങ്ങൾ ഇപ്പോഴേ പഠിക്കേണ്ട ആവശ്യമില്ല. ഇപ്പം പഠിക്കേണ്ടത് മാത്രം പഠിക്കുക, സിലബസിലുള്ളത്. അവസാനം ഇതൊക്കെ കംപ്ലീറ്റ് ആയി എന്ന് തോന്നുന്ന നിങ്ങളുടെ ആ ഒരു പെർഫെക്ഷൻ ലെവലിലേക്ക് എത്തുമ്പോൾ നിങ്ങൾക്ക് ഔട്ട് ഓഫ് സിലബസ് നോക്കാം. കാരണം അവിടെ നിന്നൊരു ചോദ്യം വന്നാൽ ചിലപ്പോൾ നിങ്ങൾ മാത്രമേ ഉത്തരം എഴുതുള്ളൂ, മറ്റുള്ളവർക്ക് എഴുതാൻ പറ്റണമെന്നില്ല. അപ്പോൾ അത് നിങ്ങളുടെ റാങ്കിനെ സ്വാധീനിക്കും. അതുകൊണ്ട് അത് അവസാന ഘട്ടത്തിൽ അതിലേക്ക് പോകുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ച് വേണം SCERT. ഇതിൽ പലതും നിങ്ങൾ ചിന്തിക്കാത്ത കാര്യങ്ങളായിരിക്കും, എനിക്ക് ഉറപ്പാണ്. പലരും ഇപ്പം എന്താ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാവുക, 5 മുതൽ അങ്ങോട്ട് 10 വരെ പഠിക്കാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള അബദ്ധങ്ങൾ എന്തൊക്കെയാണെന്ന് പറ, അഭിമാനത്തോടെ പറ. നമ്മളെപ്പോഴും തെറ്റുകൾ തിരിച്ചറിയുക, അത് അംഗീകരിക്കാനുള്ള മനസ്സ് കാണിക്കുക. അപ്പോഴാണോ നമ്മൾ ജീവിതത്തിൽ മുന്നേറാൻ പറ്റുക. അപ്പോൾ നിങ്ങൾക്ക് പറ്റിയിരുന്ന തെറ്റുകൾ ഇവിടെ കമൻറ്റ് ചെയ്യുക. ഇനി നിങ്ങൾ അതൊക്കെ തിരുത്തി മുന്നോട്ട് പോകൂ. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ബൈ.